ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് നാളായി വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട്, ഒരുപാട് ബിസി ആയിരുന്നു. ഇത് തൈപ്പൂയ കാവടിയുടെ അന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കാവടി എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഉള്ളൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് കാവടി. അപ്പോൾ നമ്മൾ ഒരുങ്ങി വരുന്നത് ഗൗരീശവട്ടം എന്ന് പറയുന്ന സ്ഥലത്തിലെ മുരുകൻ ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് രാവിലെ. അങ്ങനെ നിർമ്മാല്യമൊക്കെ തൊഴുതിട്ട് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അതാണ് അച്ഛൻ, ഹസ്ബൻഡിൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ ഈ ഭാരവാഹികളിൽ ഒരാളാണ്. അപ്പോൾ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുവാണ്. നമ്മൾ നല്ല നേരത്തെയാണ് വന്നത്. നിർമ്മാല്യത്തിനൊക്കെ മുന്നേ തന്നെ അമ്പലത്തിലെത്തി. അപ്പോൾ ഒരു 6:30-7 മണി ടൈമിലാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ചന്ദനമൊക്കെ ദേഹത്തും മുഖത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാരമൊക്കെ ഇട്ടു. അപ്പോൾ ഏകദേശം ഇത് ഓരോരോ പാർട്ടായിട്ടാണ് നിൽക്കുന്നത്. പാൽക്കുടം മുതൽ ബാലമുരുകൻ ആയതുകൊണ്ട് തന്നെ ഈ ശൂലം കുത്തിയിട്ടുള്ള കാവടിയൊന്നുമില്ല. ബാക്കിയുള്ള കാവടികളൊക്കെ ഉള്ളൂ. പുഷ്പക്കാവടിയും പാൽക്കുടം അതൊക്കെ ഉള്ളൂ. അപ്പോൾ അമ്മ പുഷ്പക്കാവടിയാണ്. പാൽക്കുടമൊക്കെ കുഞ്ഞു കുട്ടികൾ എടുക്കുന്നതാണ്. എനിക്കിതിനെപ്പറ്റി വലിയ ഹിസ്റ്ററി ഒന്നും അറിയില്ല. എല്ലാ തവണയും ഞാനിങ്ങനെ നമ്മൾ മുടങ്ങാതെ എല്ലാം കാണാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂടെ നടന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഉത്സവ പരിപാടികളോടൊക്കെ ഭയങ്കര കമ്പമാണ് കേട്ടോ. അതിനുള്ള കാരണം എൻ്റെ അച്ഛനാണ്. അച്ഛനിങ്ങനെ അമ്പലത്തിലുള്ള എല്ലാ വിശേഷങ്ങൾക്കും ഭയങ്കരമായിട്ട് വന്ന് കാണുന്ന ഒരു ആളാണ്. അച്ഛന് ഒരു ഉത്സവം പോലും മുടക്കാണ്ട് നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മിക്ക ഫേമസ് അമ്പലങ്ങളിലും ഉത്സവത്തിന് നമ്മളെല്ലാവരും ഉറപ്പായിട്ടും പോവും. കാരണം അച്ഛനൊരു ആനപ്രേമിയാണ്. ആന എവിടെ ഉണ്ടോ അച്ഛൻ അവിടെ അത് കാണാൻ പോവും. ആന മാത്രമല്ല, പിന്നെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ ഉറക്കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം എല്ലാം അറിയാം. എല്ലാം കാണാനൊക്കെ പോവും. പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ, ഈ നാടകങ്ങളും പിന്നെ ദേവിമാരുടെയും ദേവന്മാരുടെയും കഥകൾ വെച്ചിട്ടുള്ള ഒരു അരങ്ങൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതുകൊണ്ട് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ തൈപ്പൂയ കാവടിയും മുടങ്ങാണ്ട് ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കാണാറുണ്ട്. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു മഹാദേവ ക്ഷേത്രമുണ്ട്. അവിടെ ഉത്സവം നടക്കുകയാണ്. അവിടുത്തെ വെടിവഴിപാടും പൂജയുടെ ബഹളമൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അപ്പോൾ ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലേ. പണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ കുഞ്ഞിലായിരുന്നപ്പോൾ അമ്പലത്തിൽ, നമ്മുടെ വീട്ടിനമ്പലത്തിലൊക്കെ ഉത്സവം വരുമ്പോൾ ഇത്ര അടുത്തല്ലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വിധത്തിൽ സ്പീക്കറൊക്കെ വയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ആഗ്രഹം സഫലമായത്. എൻ്റെ വീട്ടിൻ്റെ ആ ഒരു ഗേറ്റിൻ്റെ തൂണിൽ തന്നെയാണ് ഇപ്പോൾ 2 സ്പീക്കർ ഇടവും വെള്ളമായിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ ലൈറ്റ്സും LED ലൈറ്റ്സും ഒരുപാട് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ രാവിലെ തൊട്ട് ഈ വൈകിട്ട് വരെ നല്ല അമ്പലത്തിലെ പാട്ടുകളും എല്ലാം ഇങ്ങനെ കേൾക്കാം. ഒരു പ്രത്യേക വൈബാണല്ലേ. ആദ്യം കുറച്ച് നേരം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മൾ നടന്നു. കാരണം ഒരിടത്ത് അങ്ങനെ ഒരുപാട് നിൽക്കേണ്ടിയൊന്നും വന്നില്ല. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ജ്യൂസസും തണ്ണിമത്തനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും അത് രാവിലെ ആയതുകൊണ്ട് വലിയ ക്ഷീണവും വിശപ്പും ദാഹവും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ജ്യൂസൊക്കെ കുടിച്ചോളൂ. പിന്നെ വാങ്ങി കയ്യിൽ വെക്കാൻ തന്നെ കയ്യിൽ സ്ഥലമില്ലാണ്ടായി. അത്രയ്ക്കും എല്ലാവരും ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ദൂരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഓൾറെഡി ക്ഷീണം ഒന്നും ഇല്ലായിരുന്നു.
അങ്ങനെ വേഗം നടന്ന് അമ്പലം എത്താറായപ്പോഴാണ് കുറച്ച് സ്ലോ ആയി തുടങ്ങിയത്. നേരത്തെ കണ്ട അമ്പലം നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റുള്ള വിഘ്നേശ്വര ക്ഷേത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് ഇളങ്കാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് രണ്ടിടത്തുനിന്നും പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയിട്ട് നടക്കുവാണ്. നടന്ന് വരുന്ന വഴിയിലുള്ള അമ്പലങ്ങളിലെല്ലാം കയറി പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത് കേട്ടോ, കാവടി എടുക്കുന്നവരൊക്കെ. അപ്പോൾ എല്ലാവരും ഒരുപോലെ കയറി തിരിച്ച് വേറെ വഴി കൂടെ ഇറങ്ങി അങ്ങനെയാണ് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലം എത്താറായപ്പോൾ കുറച്ച് സ്ലോ ആയി. അപ്പോൾ സ്ലോ ആയപ്പോഴാണ് ഈ ഒരുപാട് അനുഗ്രഹം കിട്ടി തുള്ളുന്നവരൊക്കെ കുറച്ചും കൂടി കാണാൻ പറ്റിയത്. കാരണം ഞങ്ങൾ ഒരുപാട് ഫ്രണ്ടിലായിരുന്നു. ഫ്രണ്ടിലെ എഴുന്നള്ളത്ത് പോകുന്നുണ്ട്, ആനയുടെ തൊട്ട് അടുത്ത് ബാക്കിലായിട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതായത് അടുത്ത പാൽക്കുടത്തിൻ്റെ കൂടെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അമ്പലം എത്താറായപ്പോഴേക്കും സമയത്തിൻ്റെ കാരണം കൊണ്ടാണോ എന്താണെന്നറിയില്ല, പൂജയൊക്കെ നടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, പതുക്കെ നിന്നാണ് പോയത്. അങ്ങനെ അപ്പോഴേക്കും കുറച്ചൊക്കെ ക്ഷീണമായി തുടങ്ങി, തളർച്ചയൊക്കെ ഉണ്ടാവും. അങ്ങനെ നിൽക്കുവാണ്. പിന്നെ സ്ട്രഗിൾ ചെയ്ത് അമ്പലത്തിൻ്റെ എൻട്രിയിലെത്തി. അവിടെ താഴെ എൻ്റെ അമ്മയെ ഞാൻ കണ്ടുപിടിച്ചു, മുകളിൽ ആ ഭാഗത്തായിട്ട് അച്ഛനെയും കണ്ടുപിടിച്ചിട്ടുണ്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന്. വലിയ സ്റ്റെപ്പാണ് അവിടെ താഴേക്ക്. ആ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അങ്ങനെ അമ്പലത്തിലെത്തി അമ്മയെ കാവടിയൊക്കെ ഇറക്കി വെച്ചു, ഹാരമൊക്കെ ഊരുന്നുണ്ട്. അപ്പോൾ കാവടിയുടെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിലിങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് തൊട്ടപ്പുറത്ത് തന്നെയായിട്ടാണ് അഗ്നിക്കാവടി ഒരുക്കിയിരുന്നത്. പക്ഷെ അപ്പോഴേക്കും ഞങ്ങളുടെ ഈ പരിപാടികളൊക്കെ കഴിയുന്ന സമയം കൊണ്ട് അവിടെ നിറച്ചും ആൾക്കാരായി. ഇതേ ഞാൻ സൂം ചെയ്യുന്നുണ്ട്, അവിടെ അഗ്നി കാണുന്നിടത്ത് അവിടെയാണ് അഗ്നിക്കാവടിക്കുള്ളതൊക്കെ ഒരുക്കിയിരുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അവിടെ കംപ്ലീറ്റായി ആളുകളെല്ലാം നിറഞ്ഞിരുന്നു. ഞാനിവിടെ നിന്ന സ്ഥലത്ത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എനിക്ക് ആക്ച്വലി വിഷമമായി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയി. കാര്യം ഒട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര വെയിലടിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന സ്ഥലത്ത്. ഓൾറെഡി നടന്ന് ക്ഷീണിച്ച് വന്നതാണ്. പിന്നെ അഗ്നിക്കാവടിയുടെ അടുത്തോട്ട് പോകാനും പറ്റുന്നില്ല, നിറച്ച് ആളും തിരക്കൊക്കെ ആയി. ഈ അഗ്നിക്കാവടി എടുക്കാൻ വരുന്ന ആൾക്കാരാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. 3 പേരാണ് അഗ്നിക്കാവടിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ അടുത്തൊരു വീട്ടിൽ സദ്യ കൊടുക്കുന്നുണ്ടായിരുന്നു കാവടിയുള്ളവർക്ക്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.